ബഡീസ് ഇന്ന് പോകുന്നതേ നമ്മുടെ അക്കുവിനെ ഇറക്കാനാട്ടോ. 2 മാസമായി അക്കു ഷോറൂമിൽ തന്നെ. പെട്രോൾ തീർന്നെന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഒരു കുപ്പിയിൽ പെട്രോൾ ആക്കിയിട്ട് പോവാൻ കേട്ടോ. അങ്ങനെ ഹെഡ്സെറ്റിൽ മീസയെ മുറുക്ക് എന്ന പാട്ടും വെച്ച് യാത്ര ചെയ്യും. ഈ വിളിക്കുന്നത് ആരാന്നറിയോ? ഞാനിപ്പോ വാടകയ്ക്ക് ഓടിക്കുന്ന മുതലിന്റെ ഓണറാണ് കേട്ടോ. ഇങ്ങോട്ടല്ല വിളിച്ചത്, ഞാൻ അങ്ങോട്ടാ. എന്റെ വണ്ടി ഇറക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് വിളിച്ചതാണ്. അങ്ങനെ നേരെ പമ്പിൽ പോയിട്ട് 100 എണ്ണയും അടിച്ചു. അങ്ങനെ കോഴിക്കോട് മീൻചന്തയിൽ ആ മുതലിനെ നിർത്തിയിട്ട് ഞാൻ ബസ്സിൽ യാത്ര ചെയ്യും. ആ വണ്ടിയുടെ ഓണറിന്റെ പേര് വഹാബ് എന്നാണ്. വഹാബിക്കാനെ കുറിച്ച് ഒരുപാട് എന്തൊക്കെയോ പറയാനുണ്ട്. പറയാം, വെയിറ്റ്. അങ്ങനെ ഫറൂഖിൽ വണ്ടി നിർത്തി ഞാൻ ഇറങ്ങി അവിടുന്ന് ഷോറൂമിലേക്ക് നടന്നു. 2 മാസം കഴിഞ്ഞ് അക്കുവിനെ കാണുമ്പോഴുള്ള സന്തോഷം എന്റെ പൊന്നെ വല്ലാത്തൊരു ഹാപ്പി ആയിരുന്നു. ഞാൻ ഇതിന് വലിയൊരു നന്ദി പറയേണ്ടത് എന്റെ ഫ്രണ്ടിനോടാണ്. ആള് പൈസ തന്ന് സഹായിച്ചതുകൊണ്ട് ഞാൻ വണ്ടി ഇറക്കി. വേറെ ഒന്ന്, ഞാൻ പൈസ തന്നതോ സഹായിച്ചതോ ഒന്നും ഈ വീഡിയോയിൽ പറയണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അക്കുവിനെ അടുത്ത് ഹാപ്പി ആയിട്ട് ഞാൻ നേരെ വഹാബിക്കാന്റെ അടുത്ത്. ഇതാണ് ബഡീസ് വഹാബിക്ക. നല്ലൊരു ഉറ്റ സുഹൃത്തിനെ പോലെയാണ് കേട്ടോ. ഇക്കാന്റെ പ്രത്യേകത എന്താണെന്നറിയോ? പൈസ ഇന്ന് വേണം അല്ലെങ്കിൽ നാളെ തന്നെ വേണം എന്ന് ഒരിക്കലും നിർബന്ധിച്ച് പറയില്ല. പ്രകാശിന്റെ കഷ്ടപ്പാട് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. എന്നിട്ടും 2000 ബാക്കിയാണ് കേട്ടോ കൊടുക്കാൻ. എന്നോട് മുമ്പേ പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്റെ വണ്ടി ആദ്യം ഇറക്കിക്കോ, എന്നിട്ട് വണ്ടിയുടെ വാടക പൈസ മെല്ലെ മെല്ലെ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഏതെങ്കിലും വാടകയ്ക്ക് തരുന്ന ഓണർമാർ ഇങ്ങനെ പറയോ? ഇങ്ങനെ ഒരു ഓണറെ കിട്ടിയതിൽ ഞാൻ ഭാഗ്യവാനാണ്. തീർന്നില്ല കേട്ടോ, പറയാം. അങ്ങനെ ഇക്കയും ഞാനും അവിടെ നിന്ന് കൈ കൊടുത്ത് പിരിഞ്ഞു. ആദ്യത്തെ ഓർഡർ ബർഗർ ലോഞ്ച്. ഷോപ്പ് തുറക്കുന്നതിന് മുമ്പേ ഓർഡർ അടിഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഓർഡറും കൊടുത്ത് അടുത്ത ഓർഡർ അടിഞ്ഞു. ചൂട് കാരണം മൊബൈലിൽ നല്ലൊരു പാട്ട്, ഹാപ്പി എന്ന സിനിമയിലെ ചൽ ചൽ റേസ് ചെയ്തൊരു സാക്ഷിനെ. ബഡീസ് വഹാബിക്കാനെ കുറിച്ച് പറയട്ടെ. വണ്ടി വാടകയ്ക്ക് എടുത്ത ആ 2 മാസത്തിന്റെ ഇടയിൽ പൈസ ഞാൻ ഇന്ന് അയക്കേട്ടോ അല്ലെങ്കിൽ നാളെ അയക്കേട്ടോ എന്ന് പറഞ്ഞു ആള് റിപ്ലൈ ആയിട്ട് ഒരു വോയിസ് ഇടും. ആ വോയിസ് കേൾക്കുമ്പോൾ അല്ലേ ഒരു ബ്രദറിന്റെ ഫീൽ ടച്ച് ചെയ്യട്ടോ. സത്യമായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പക്ഷെ വേറൊരു ടിസ്റ്റ് ഉണ്ട്. ഞാൻ ഇക്കാന്റെ വണ്ടി കൊണ്ടുപോയി കൊടുത്തിട്ട് കൈ കൊടുത്ത് പിരിഞ്ഞില്ല. ആ സമയത്ത് ഇക്ക പറഞ്ഞൊരു കാര്യമുണ്ട്, എന്റെ മനസ്സിൽ നിനക്കൊരു അനിയന്റെ സ്ഥാനമുണ്ട്. ഞാൻ മുമ്പ് മനസ്സ് വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് ഇക്ക പറഞ്ഞത്. ശരിക്കും അത് കേട്ടപ്പോ ബഡീസ് രോമാഞ്ചം തന്നെ ഉണ്ടായിട്ടോ. എന്ത് കാര്യമുണ്ടെങ്കിലും നീ വിളിച്ചോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നത്തെ ദിവസം ഓർഡർ കുറവായിരുന്നു. ഡ്യൂട്ടി നിർത്തി വീട്ടിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ധനുഷ് ബ്രോയും കണ്ടത്. ഇന്ന് തീരെ ഓർഡർ കുറവായതുകൊണ്ട് വല്ലാത്തൊരു സാഡായിരുന്നു. നിരാശയോടെ നേരെ റൂമിലേക്ക് പോയി ബഡീസ്.